പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 2-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ പുത്തൻ മാസത്തിൻ്റെ 1-ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 31 നാം ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ജനം കേൾക്കുന്നത്. അത് മോശയിൽ കൂടെ അഹരോൻ വഴി ഇസ്രായേൽ മൂപ്പന്മാർ വഴി ഇസ്രായേൽ ജനം മിസ്രൈമിൽ വെച്ച് കേട്ടപ്പോൾ അവർ ദൈവസന്നിധിയിൽ കുമ്പിട്ട് നിന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കേവർക്കും പരിചിതമാണ്. 430 വർഷത്തെ മിസ്രൈമ്യ പ്രവാസത്തിനു ശേഷം ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ പദ്ധതിയിടുന്നു. മോശയുടെ ആയുസ്സിനെ 40ന്റെ 3 ഗണങ്ങളായി തിരിച്ചാൽ അവസാനത്തെയും 3-ാമത്തെയുമായ 40ലേക്ക് മോശ പ്രവേശിക്കുന്നു. അങ്ങനെ മോശയെ ദൈവം വിളിച്ചു. മോശ തന്റെ കഴിവും കഴിവുകേടും പറഞ്ഞു. അതിനുള്ള പോംവഴി ദൈവം പറയുന്നു. അങ്ങനെ ഇനിയും മോശയ്ക്ക് ഒഴിവ് കഴിവില്ലാതെ ദൈവവിളി, തന്റെ തിരഞ്ഞെടുപ്പ്, തന്റെ നിയോഗം എന്നിവ ബോധ്യമായി അത് ശിരസ വഹിച്ചുകൊണ്ട് മിദ്യാനിൽ തന്റെ അമ്മാവിയപ്പനായ ഇത്രയോട് യാത്ര പറഞ്ഞ് ഇതാ മിസ്രൈമിലേക്ക് ഭാര്യയും കുട്ടികളുമായി പുറപ്പെടുന്നു. ഈ സമയത്ത് തന്നെ ദൈവം സഹോദരനായ അഹരോനോട് പറഞ്ഞു, നീ ചെന്ന് മരുഭൂമിയിൽ വെച്ച് അവനെ എതിരേറ്റ് സ്വീകരിക്കണം. അതേ സമയത്ത് മോശ ദൈവം തന്നോട് പറഞ്ഞത് മുഴുവനും അഹരോനോട് പറയുകയും അഹരോനും മോശയും കൂടെ ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ കഷ്ടത സ്വർഗത്തിലെ ദൈവം കണ്ടു. നിങ്ങളുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടു. ഊഴിയ വിചാരകന്മാർ മുഖാന്തരമുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകൾ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. അതിന്റെ പോംവഴിയായി നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതെ, അതിന് പ്രാരംഭമായി ഇതാ മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മോശയെ ദൈവം നമ്മുടെ ഇടയിലേക്ക് മടക്കി വരുത്തിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഞങ്ങളുടെ കഷ്ടത കണ്ട ഒരു ദൈവം, ഞങ്ങളെ സന്ദർശിച്ച ഒരു ദൈവം ഇതാ മോശയിൽ കൂടെ അഹരോനിൽ കൂടെ ഞങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. 2025 3-ാം മാസത്തിന്റെ 1-ാമത്തെ ഞായറാഴ്ച, ഈ വിശുദ്ധ ദിനം, ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും കണ്ണുനീര്, കഷ്ടത, പ്രാർത്ഥന, ഉപവാസം,
വെറുതെയായി പോവുകയില്ല. അത് കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. തമ്പുരാൻ നമ്മെ സന്ദർശിക്കും. നിങ്ങൾ വിശ്വസിക്കുക, വചനത്തിൽ ഉറയ്ക്കുക. നിശ്ചയമായും സന്ദർശിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദൂരങ്ങളിലാണോ? അവരെ സന്ദർശിക്കും. നിങ്ങളുടെ ജോലിസ്ഥാനത്തെ പ്രശ്നമാണോ? അവിടെ തമ്പുരാൻ ഇറങ്ങി വരും. നിങ്ങളെ അലട്ടുന്ന ആരോഗ്യ പ്രതിസന്ധികളാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ? ആരോഗ്യ വിഷയങ്ങളാണോ? പ്രാർത്ഥനയിൽ നേരിടുന്ന വെല്ലുവിളികളാണോ? ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന പിശാചിന്റെ ചില പ്രതിസന്ധികളാണോ? ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഉറപ്പു തരുന്നു. നമ്മുടെ കഷ്ടത കാണുകയും നമ്മെ സന്ദർശിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്നു. എന്നും ദൂരെ മാറിയിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് ഏതെങ്കിലും മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ഞാൻ ചില നാളുകളായി, മാസങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലയോ, അറിയുന്നില്ലയോ എന്നുള്ള ചിന്തയോടെ, വേദനയോടെ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രതീക്ഷയ്ക്കൊത്ത ഉയരുന്നില്ല. എന്താണ് നിങ്ങളുടെ മനപ്രയാസം? നിങ്ങളുടെ ഭാരം മറ്റൊരാളോട് പറയാൻ സാധിക്കുന്നില്ല, മറ്റൊരാളോട് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ വൈതരണികളിൽ വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവോ? നിങ്ങൾ നിരാശപ്പെടാതെ, പിന്മാറാതെ, അതിലുമുപരിയായി ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന നിർത്താതെ ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളെ സന്ദർശിക്കുന്ന ദൈവം ഉണ്ട്. നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങളെ സന്ദർശിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ദുർസ്ഥിതി കാണുവാനും എന്നും മിസ്രൈമ്യ അടിമത്വത്തിന് കീഴിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം പോലെ എപ്പോഴും അടിമത്വത്തിലായി കണ്ണുനീരിലും രോഗത്തിലും ദുഃഖത്തിലും സങ്കടത്തിലുമായി കിടക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ നോക്കി അവർ വലിയ സമാധാന വാക്കുകളൊക്കെ പറയുമെങ്കിലും ഉള്ളുകൊണ്ട് പറയും, ഇവന്റെ കുടുംബത്തിന്, ഇവന്റെ മക്കൾക്ക് ഇങ്ങനെ തന്നെ വരണം എന്നവർ ഉള്ളിൽ അടക്കം പറയും. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ളവരാരും നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവരല്ല, നമ്മുടെ ഉയർച്ചയിൽ അവർ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ ആരൊക്കെ നമ്മളെ എതിർത്താലും, ആരൊക്കെ നമ്മുടെ നന്മയ്ക്കെതിരെ വിഘ്നമായി നിന്നാലും, സ്വർഗത്തിലെ ദൈവം സന്ദർശിക്കുവാൻ തീരുമാനിച്ചാൽ തമ്പുരാൻ സന്ദർശിക്കുകയും നമ്മളെ വിടുവിക്കുകയും ചെയ്യും. ഫറവോനെ, നിന്റെ ഒരു പദ്ധതിക്കും ദൈവത്തിന്റെ പദ്ധതിയെ പിടിച്ചു കെട്ടുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ ഫറവോന്റെ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും മോശ ചെയ്തതുപോലെ ചില കാര്യങ്ങൾ ചെപ്പടി വിദ്യയിൽ കൂടെ ചെയ്തെന്നിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സംഹാരദൂതനായി 10ാമത്തേതിന് സ്വർഗത്തിലെ ദൈവം തന്നെ ഇറങ്ങി വന്നുവെന്ന് പുറപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അതെ, ഫറവോന്റെ കൊട്ടാരത്തിലും നിലവിളി ഉയർന്നു. അതിനെ പിടിച്ചു കെട്ടുവാൻ ഫറവോനോ, ഫറവോന്റെ മന്ത്രവാദികൾക്കോ, ഫറവോന്റെ പട്ടാളത്തിനോ കഴിഞ്ഞില്ല. കാരണം ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ നിശ്ചയമായും സകല തടങ്കൽ പാറകളെയും പൊളിച്ചടുക്കി തമ്പുരാൻ തന്റെ ജനത്തെ വിടുവിക്കും. അതെ, ആ രാത്രിയിൽ മിസ്രൈമ്യർ അവരെ ഓടിച്ചു വിടുകയായിരുന്നു. വെറും കൈയോടെ അല്ല പോയത്. 430 വർഷത്തോളം അവരുടെ 3-4 തലമുറകൾ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടത് കൊടുത്തില്ല. അതെ, അതിന്റെ പണം സ്വർണം ഉൾപ്പെടെ ചേർത്ത് വാങ്ങിക്കൊണ്ടാണ് ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെട്ടത്. പിന്നീട് അവരത് ദുരുപയോഗം ചെയ്തു. അതിന്റെ പ്രതിഫലം അവർ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. അതൊരു മറുവശം. പക്ഷെ ദൈവം വിശ്വസ്തനായിരുന്നു. ചുരുക്കത്തിൽ അർത്ഥാൽ നമുക്ക് നൽകുന്ന ആലോചന, നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ കഷ്ടപ്പാടിനും നിശ്ചയമായും വില വെക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ഭവനത്തെ ഓർത്ത്, ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബക്കാരോ നിങ്ങളുടെ വീട്ടുകാരോ ഒന്നും അറിയാതെ
നിങ്ങൾ രഹസ്യത്തിൽ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കിടക്കയിൽ കണ്ണീര് പൊഴിച്ചിട്ടുണ്ടാകാം. വീട്ടുജോലികളൊക്കെ തീർത്തിട്ട് ഓടി വന്ന് 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടുള്ളവാം. പക്ഷെ ആ 10 മിനിറ്റ് 10 മണിക്കൂറിന് ഈക്വലായി നിങ്ങളുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ കണ്ണുനീരല്ല, ചോരയ്ക്ക് സമാനമായി വേദനയുടെ സങ്കടത്തിന്റെ കണ്ണീർക്കലങ്ങളാണെങ്കിൽ അത് കണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനാ വിഷയത്തെയും സന്ദർശിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ മാർച്ച് മാസം ആ നിലയിൽ തമ്പുരാൻ നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവകൃപകൾ കൊണ്ട് പൊതിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെ ദിനമാവട്ടെ, ദൈവിക സന്ദർശനത്തിന്റെ ദിനമാവട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ എവിടെയായിരിക്കുന്നോ അവിടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ കാരണങ്ങൾ എവിടെ എങ്ങനെയോ ആയിരിക്കുന്നോ അവിടെ ദൈവം സന്ദർശിച്ച് അതിന്മേൽ മഞ്ഞിനെയും മഴയും അയച്ച് അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി വിടുതൽ പ്രാപിച്ചവരായി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ഈ വിശുദ്ധദിനം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ 3-ാമത്തെ മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനം ഞങ്ങൾക്ക് ദൈവവചനത്തോട് ചേർന്ന് ആരംഭിക്കുവാൻ അപ്പുറം ഇവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീരും നിലവിളിയും കഷ്ടപ്പാടും കണ്ട് കേട്ട് അറിഞ്ഞ ദൈവം അവരെ വിടുവിക്കുവാൻ പദ്ധതിയിട്ടത് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചുവല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കണ്ണുനീർ, ഞങ്ങളുടെ ഉപവാസം, ഞങ്ങളുടെ പ്രാർത്ഥന നിശ്ചയമായും സ്വീകരിക്കുകയും തക്ക സമയത്ത് ഞങ്ങളുടെ വിഷയത്തിന്മേൽ സന്ദർശിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നു. ഇന്ന് വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ വേദനകളെ, ഉള്ളിന്റെ നീറ്റലിനെ, അവരുടെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ അപ്പൻ ഏറ്റെടുക്കുകയും ആ വിഷയങ്ങളിൽ അവിടുന്ന് ഇറങ്ങി സന്ദർശിക്കുകയും പരിപൂർണ വിടുതലോടെ സ്വാതന്ത്ര്യത്തോടെ നാളുകളായി ഫറവോനും കൂട്ടരും പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ച് പരിപൂർണ വിടുതലോടെ ദൈവകൃപയിലേക്ക് അവരെ എത്തിക്കണമെന്ന് ഞങ്ങൾ ഇത് പകൽക്കാലം ഒന്നിച്ച് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ ഇവിടുന്ന് വിടുവിച്ച് ദൈവകൃപയോടെ നടത്തുകയും അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ഞങ്ങളെ അയക്കുന്ന നാളുകളിലൊക്കെയും കർത്താവിന് നല്ല പത്രങ്ങളായി സ്ഥാനാപതികളായി നിലകൊള്ളുവാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, കൃത്യമായ സമയത്ത് ഇടപെട്ട് സന്ദർശിച്ച് വിടുവിച്ച് നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവം. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും സന്ദർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വിടുവിക്കട്ടെ, ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അങ്ങനെ നന്മയുള്ള ജീവിതത്തിന്റെ, വിടുതലുള്ള ജീവിതത്തിന്റെ, ദൈവിക സന്ദർശനമുള്ള ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാൻ നമ്മ ഏവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.